യാഷുമായി ഫ്രഷായി ചേഞ്ച് ചെയ്തു ഒരുമിച്ച് തന്നെയാ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. താഴെ എല്ലാവരും ഉണർന്നിട്ടുണ്ട്. പീലി പോലും നേരത്തെ ഉണർന്നു അവളുടെ ടോയ്സിനൊപ്പം ഇരുന്ന് കളിക്കുന്നുണ്ട്. സ്റ്റെയർ ഇറങ്ങി വരുന്ന മയ്യയുടെ ശ്രദ്ധയിൽ ഹാളിൽ ഇരിക്കുന്നവരിലാണ് മൈത്രി, ഹൻഷു സോഫയിൽ ഇരിക്കുകയാണ്. ബാലനന്ദനും ഹർഷും സരുവും ടിവിയിൽ എന്തോ പ്രോഗ്രാം കാണുകയാണ്. മയ്യയെ യാഷിനെയും കണ്ടപ്പോ അവരുടെ നോട്ടം അവർക്ക് മേലെയായി. ഹൻഷു യാഷിനെ നോക്കി ഒന്ന് പുച്ഛിച്ച് കാണിച്ചു. യാഷ് ഉള്ളിൽ ചിരിച്ചു. മൈത്രി മയ്യയുടെ കഴുത്തിലെ താലിയിലേക്കും നെറുകിയിലെ സിന്ദൂരത്തിലേക്കും സന്തോഷത്തോടെ നോക്കി. മയ്യ അവളിലെ തന്നെ നോട്ടം മാറ്റാതെ പുഞ്ചിരിച്ചുകൊണ്ട് വന്നു അവസാനത്തെ സ്റ്റെപ്പിൽ നിന്ന് കാല് ഫ്ലോറിലേക്ക് വെച്ചതും പീലിയുടെ ടോയ്ക്കാർ തന്നെ അവള് പിന്നിലേക്ക് മറിഞ്ഞു പോയിരുന്നു. മയ്യേ! ഹൻഷുവും മൈത്രി അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവരുടെ ഹൃദയം നിശ്ചലമായി പോയി എന്ന് വേണം പറയാൻ. എന്ന് അവളെ വീഴാൻ വിസമ്മതിച്ചുകൊണ്ട് സുരക്ഷിതമായി പിടിച്ചിരുന്ന യാഷിന്റെ കരങ്ങൾ കാണി അവളുടെ ശ്വാസഗതി നേരെയായി. വീർ പെട്ടെന്നായിരുന്നു മയ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊരുക്കിയത്. ഒരു മാത്ര അവളും ഭയങ്കരമായി പേടിച്ചു പോയിരുന്നു. അവള് വയറിൽ അമർത്തി പിടിച്ചു. എന്തെങ്കിലും പറ്റിയോടി? ഹൻഷു സ്റ്റെയറിലിരിക്കുന്ന മയ്യോട് ആകുലതയോട് ചോദിച്ചു. മയ്യ ഇല്ലെന്ന് തലയാട്ടി അവൾ യാഷിന്റെ കൈകളിൽ മുറുക്കെ പിടിച്ചിരുന്നു. അവള് നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്ന് അവൻ മനസ്സിലായി. യാഷ് അവളുടെ ശിരസിൽ നോർമലായി തലോടി. സൂക്ഷിക്കണ്ട മോളെ, ഒരു നിമിഷത്തേക്ക് ഞങ്ങളങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ബാലൻ നെഞ്ചി കൈവച്ചുകൊണ്ട് പറഞ്ഞു. സ്വപ്നം കണ്ട് കിടന്നാലേ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഉള്ളിൽ ഒരാൾ കൂടി ഉണ്ടെന്നുള്ള ബോധം കൂടി വേണം. ഹൻഷു പിറുപുറത്തു. മയ്യ അവളെ കൂർപ്പിച്ചു നോക്കി. മൈത്രി അപ്പോഴേക്കും ഒരു ഗ്ലാസ് വെള്ളവുമായി അവൾക്കരയിൽ വന്നിരുന്നു. മൈത്രിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തലേന്നും മയ്യെ കണ്ണുവെച്ച് സംസാരിച്ചുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്നവള് പേടിച്ചു. അവള് ഹർഷനെ നോക്കി. അവനവളുടെ മനസ്സറിഞ്ഞതുപോലെ അരുതെന്ന് തല ചലിപ്പിച്ചു. എല്ലാം കണ്ടും കേട്ടുന്ന എന്തിന് അപ്പോഴാ മറ്റൊരാൾ ശ്രദ്ധിക്കുന്നത്. എല്ലാരും മയ്യയുടെ കൂടെ നിൽക്കുന്ന കണ്ടു. താനെന്തോ അപരാധം ചെയ്ത പോലെ ഇരിക്കുന്ന പീലിയെ അവൻ ഹർഷന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഓഹോ, എല്ലാം ഒപ്പിച്ചുവെച്ചിട്ട് ഇവിടെ ഇരിക്കണം മദാമ. ദേ നിന്റെ മേമ വീഴാൻ പോയത് കണ്ടോടി. അവളുടെ ഒരു ടോയ്സ്. ഹൻഷു അവളെ ചൊടിപ്പിക്കാൻ എന്നോണം കപട ഗൗരവം എന്നോണം പറഞ്ഞുകൊണ്ട് ഹൻഷു അവളുടെ ടോയ്സ് ഒക്കെ എടുത്തു പിറക്കി പിടിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് പീലി വാഗേറി കരയാൻ തുടങ്ങിയിരുന്നു. എല്ലാവർക്കും അത് കണ്ട് ഒരേ സമയം സങ്കടവും ചിരിയും വന്നു. പീലി ഹർഷനെ സങ്കടത്തോട് നോക്കി കൈനീട്ടി വിളിച്ചു. ഹർഷൻ ചിരിച്ചോണ്ട് അവളെ പൊക്കിയെടുത്തു. എന്റെ പൊന്നിനെ കരയിപ്പിച്ചു നീ. സാരില്ല കേട്ടോ. ഹർഷൻ അവളെ ഉമ്മകളോണ്ട് മൂടി. പീലി കരച്ചില് നിർത്താതെ അവന്റെ തോളിലേക്ക് ചാടി. അവൻ അവളെ കൊന്തിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. വാ മൈ, എന്തെങ്കിലും കഴിക്കട്ടെ, ഇപ്പൊ തന്നെ ലേറ്റായി. മൈ റിലാക്സ് ആയെന്ന് കണ്ടു മൈത്രി അവളെ മെതിച്ചോണ്ട് കിച്ചണിലേക്ക് പോയി. പിന്നാലെ സരൺ. ഹൻഷു പിറക്കിയെടുത്ത ടോയ്സൊക്കെ സോഫയിൽ കൊണ്ടുവച്ച് തിരിഞ്ഞപ്പോഴേക്കും അവളുടെ ചെവിയിൽ യാഷിന്റെ പിടി വീണിരുന്നു. അമ്മേ, എന്തായിട്ടാ ഇത്? ഹൻഷു കാര്യം മനസ്സിലാവാത്തവനെ നോക്കി. നിനക്ക് ഈ ഇടയായിട്ട് കുറച്ച് ഓവർ സ്മാർട്ട് ആവുന്ന കൂടുതലാണ്. ആരെയാണെന്നൊന്നും ഇല്ല ഇപ്പൊ നിനക്ക്. എല്ലാവരും അങ്ങ് കരയിക്കോ വേണ്ടിപ്പ. യാഷ് അവളുടെ കാതിൽ പിടിവിട്ടു. ഓഹോ, അങ്ങനെ. ഇതിപ്പോ ആരെ പറഞ്ഞു കേട്ടിട്ടാ നീ എന്റെ ചെവി പൊന്നാക്കിയത്? പീലിയാണോ അത് മയ്യയോ? കാത് തിരുമ്മിക്കൊണ്ടു ഹൻഷു അവനെ അർത്ഥം വെച്ച് നോക്കി. യാഷ് മറുപടി പറയാതെ നിന്നു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവളവനെ കൂർപ്പിച്ച് നോക്കി. എനിക്ക് അറിയില്ലടാ, ഞാനും അവളെ ഈ സമയം വല്ലാതെ നോവിക്കുന്നുണ്ട്. അവളിപ്പോ ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയമല്ലടാ. എന്നിട്ട് അവളെ കെയർ ചെയ്യാൻ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ അവസാനം അതുണ്ടായിട്ട് അകന്ന് ജീവിക്കാൻ ഈ സമയം. യാഷ് പറഞ്ഞു. എനിക്കിപ്പോ അവളോട് തുറന്ന് സംസാരിക്കണമെന്നുണ്ട് ഹൻഷു. എനിക്കിപ്പോ അറിയാം അവളുടെ മനസ്സ്. പക്ഷെ എന്നെ കൊണ്ട് ആവുന്നില്ല. അടുക്കാൻ ശ്രമിച്ചാൽ വീണ്ടും അകന്നു പോകുന്ന അവസ്ഥ. അവൻ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ഡോൺ ബി സില്ലി ഏട്ടാ, ഇതുവരെയുള്ളത് ശരിയായില്ലേ? അപ്പൊ ഇത് ശരിയായി. ഹൻഷു അവന്റെ തോളി കൈവച്ചു. അവനും അതിനൊപ്പം തലയനക്കി. എല്ലാം നേരെയാക്കണം. ഇനി വേണം എന്റെ ഒന്ന് കരക്കടുപ്പിക്കാൻ. തിരിഞ്ഞു നടക്കാനൊരുങ്ങി യാഷ പെട്ടെന്ന് അവൾ ആത്മകഥം പറയുന്നത് കേട്ട് തിരിഞ്ഞു നോക്കി. എന്താ? അവനവളെ സംശയത്തോടെ നോക്കി. നിങ്ങൾക്കിപ്പോ സെറ്റിലായില്ലേ? എനിക്കും ആവണം. ഹൻഷു കൈകെട്ടി നിന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഓ അതാണ്. നമുക്കേ പപ്പയോടും മമ്മിയോടും പറയാം. അവര് തന്നെ എന്റെ മോൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും. യാഷ അവളുടെ കവിളി നുള്ളിയപ്പോ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. പയ്യനെ കണ്ടുപിടിക്കാനോ? അപ്പൊ ദേവോ? ഹൻഷു ചോദിച്ചു. ഇന്ദറോ? അതിന് അവന് നിന്നെ ഇഷ്ടമാണോ? കല്യാണം കഴിക്കാൻ സമ്മതിച്ചോ?
യാഷ് അവളെ ചിരിച്ചുകൊണ്ട് നോക്കി. ഐ ഡോണ്ട് നോ, കുറച്ചു നാളെ ഞാൻ ഈ കാര്യം പറഞ്ഞ് ദേവിന് പുറകെ ചെന്നിട്ടില്ല. അതിനു പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ലല്ലോ എല്ലാവർക്കും. എന്നാലും ഇടയ്ക്ക് ഞാൻ ഒരു ഡോസ് കൊടുക്കുന്നുണ്ട്. എങ്ങാലും എന്നിന്ന് അകന്നു പോകാൻ വല്ല ചിന്ത ഉണ്ടായാലൊന്നും മേടിച്ചിട്ടേ. പക്ഷെ ദേവി ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ലെവലിലേക്ക് വരുന്നില്ല. ഏട്ടനൊന്ന് പറഞ്ഞൂടെ എന്നെ ഒന്ന് സ്നേഹിക്കാൻ? ഏട്ടന് സങ്കടം തോന്നില്ലേ ഞാൻ ഇങ്ങനെ ഒരു ബംഗാളുടെ പുറകെ തെണ്ടി നടക്കുന്നത് കണ്ടിട്ട്? ചുണ്ടു ചുളുക്കി അവള് യാഷിനോട് ചോദിച്ചപ്പോ യാഷിന് ശരിയാവുന്നത്, നീ അവനോട് നിന്റെ ഫീലിങ്സ് മാത്രമല്ല അൻഷു റിവീൽ ചെയ്തിട്ടുള്ളൂ. ആകാശം ഇടിഞ്ഞു വീണാൽ നിന്നെ ഒന്ന് സ്നേഹിച്ചാ മതി എന്നുള്ള വാശി എപ്പോഴെങ്കിലും അവന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, എന്നെ ഇഷ്ടമാണോന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺ തിരക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. യാഷ് പറഞ്ഞപ്പോ അൻഷു ഒന്ന് ആലോചിച്ചു. പിന്നെ തല താഴ്ത്തിയില്ലെന്ന് തലയാട്ടി. യെസ്, ഇത് തന്നെ ഞാനും പറഞ്ഞത്. നിന്നെ റിജക്ട് ചെയ്യുന്നതിന് പിന്നിലെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ചിലപ്പോ നീ എന്റെ സിസ്റ്റർ ആയതുകൊണ്ടാവും, അല്ലെങ്കിൽ നിന്നെ അങ്ങനെ മറ്റൊരു രീതിയിൽ കാണാൻ കഴിയാത്തോണ്ടാവും, ഇല്ലെങ്കിൽ അവന് വേറെ അഫയർ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ ഇതെല്ലാം നിന്റെ ഒരു കളിതമാശയായിട്ട് തോന്നിയിട്ടുണ്ടാവും. യാഷ് പറഞ്ഞപ്പോഴേക്കും ഹൻഷുവിന്റെ കണ്ണു നിറഞ്ഞു. പക്ഷെ ഏട്ടാ, എന്നോടല്ല ഹൻഷു സംസാരിക്കേണ്ടത്, അവനോടാ. യാഷ് അവളുടെ തോളി കൈയിട്ട് പിടിച്ചു. അവനോട് സംസാരിക്കാൻ ധൈര്യവും നൽകി. അവളെ ഒരു സഹോദരി പോലെയാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവളുടെ പ്രണയം അവനൊരു തമാശയായിട്ടാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നതെങ്കിൽ അത് ഉറപ്പായി മാറ്റണം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഹൻഷുവും തീരുമാനിച്ചു. ഉച്ചക്ക് മുന്നേ സാരംഗിൽ നിന്നും പ്രതാപം പത്മ ആചാര്യയിലെത്തിയിരുന്നു. പിന്നെ അതിന്റെ ഒരു ബഹളം തിരക്കുമായിരുന്നു അന്ന് മുഴുവനും. ലഞ്ച് കഴിഞ്ഞ് താഴെ എല്ലാവരും ഒത്തുകൂടിയ സമയത്ത് ഇന്ദർ മാത്രം അതിനിടയിൽ നിന്നും കണ്ട് ഹൻഷു നല്ലൊരു അവസരം കിട്ടിയതുപോലെ പതിയെ അവിടുന്ന് പിൻവലിഞ്ഞു. അവള് പോകുന്നത് യാഷ് കണ്ടിരുന്നു. ഇന്ദറിന്റെ അടുത്തേക്കാണ് അവള് പോകുന്നത്. അവന് ഉറപ്പായിരുന്നു. കട്ട ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും യാഷിനും ഇന്ദറിനോടയിൽ വരാത്ത ഒരു ടോപ്പിക്ക് മാത്രമാണ് ഹൻഷിക. അവളുടെ പ്രണയം. അവളെ കുറിച്ച് സംസാരിച്ച ചിലപ്പോ അതൊരു വഴക്കിച്ചെന്ന് അവസാനിച്ചാലോ എന്നുള്ള പേടിയാണ് യാഷിനെ. അല്ലെങ്കിൽ ഹൻഷിന് വേണ്ടു. തീർച്ചയായിട്ടും അങ്ങ് ചോദ്യം ചെയ്യുമായിരുന്നു. ഹൻഷു ഇന്ദറിന്റെ റൂമിലെത്തി. പക്ഷെ ലോക്കായിരുന്നില്ല. അങ്ങനെ ആകരുതെന്ന് പ്രാർത്ഥിച്ച തന്നെയാണ് ഹൻഷും വന്നത്. എന്നാ റൂമിൽ അവനെ കാണാതെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ഇന്ദറിന്റെ ഗിറ്റാറിന്റെ ശബ്ദം കേൾക്കുന്നത്. അവൾ നേരെ അവിടേക്ക് വെച്ച് പിടിച്ചു. ബാൽക്കണിയിൽ ബീങ് ബാഗിൽ ഇരിക്കുകയാണ് അവൻ. കണ്ണുകൾ അടച്ചിരിക്കുന്ന അവന്റെ വിരലുകളിൽ ഗിറ്റാറിന്റെ സ്ട്രിങ്ങിലാണ്. ദേവ്, ഹൻഷു അവന്റെ പുറത്ത് തട്ടി. ഇന്ദർ കണ്ണു തുറന്നു നോക്കി. ഹൻഷുവിനെ റൂമിൽ കണ്ടപ്പോൾ അവൻ എന്നിട്ട് പോലും നെട്ടിയിരുന്നു. വാട്ട് ആർ യു ഡൂയിങ്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ റൂമിൽ ഞാനുള്ളപ്പോ കയറരുതെന്ന്. ഗിറ്റാർ എടുത്ത് എഴുന്നേറ്റ് ദേഷ്യത്തോടെയാ അവൻ അവളോട് സംസാരിച്ചത്. തനിച്ചവൾ തന്റെ റൂമിലേക്ക് വരുന്നത് ആരെങ്കിലും കണ്ടാൽ എന്നുള്ള ഭയമായിരുന്നു അവനപ്പോ. ഞാൻ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം വന്നത്. സംസാരിച്ചതിന് ശേഷമേ പോകൂ. കൈകെട്ടി ഭിത്തിയിൽ ചാരി അവളും വാശിയോട് പറഞ്ഞു. അവൾ അപ്പം അല്പം ഗൗരവത്തിലാണ്. ഇന്ദർ ശ്രദ്ധിച്ചു. എന്താണെന്ന് വെച്ച് വേഗം പറയ്. ഇന്ദർ അവൾക്ക് അനുവാദം നൽകി. പുതുമയുള്ള കാര്യമൊന്നുമല്ല. മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എന്റെ 2 ഏട്ടന്മാരുടെ മാരേജ് കഴിഞ്ഞു. ഇനി ഈ ആചാര്യയിലുള്ളത് ഞാനാ. ഹൻഷു സ്വയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇതെന്താ, എനിക്കറിയാത്ത കാര്യമാണോ? ഇന്ദർ അവളെ തുറച്ചു നോക്കി. ഇനിയുള്ളത് ഞാനല്ലേ. ഇപ്പൊ എന്റെ സ്റ്റഡീസ് ഒക്കെ തീരാറായി. എപ്പോഴാ എനിക്ക് മാരേജ് പ്രപ്പോസൽ കൊണ്ടുവരുതെന്ന് പറയാൻ പറ്റില്ല. നീ പറയുന്നത് കേട്ടപ്പോ നിനക്ക് കല്യാണം വേണ്ടെന്ന് മട്ടാണല്ലോ. ഇന്ദർ അവളെ നോക്കി കളിയാക്കി. എനിക്ക് കല്യാണം വേണം, പക്ഷെ അത് മറ്റാരുടെയും കൂടെ അല്ല, ദേവിന്റെ കൂടെ തന്നെ വേണം. ഹൻഷു അവന്റെ മുന്നിലേക്ക് ചോദിച്ചുകൊണ്ട് വന്നു. അത് കേട്ടത് ഇന്ദർ കൂടുതൽ സ്പഷ്ടമായി ചിരിച്ചു. അതേതായാലും നടന്നു തന്നെ. ഇന്ദർ പരിഹസിച്ചുകൊണ്ട് അവളെ വെട്ടിച്ചകത്തേക്ക് നടന്നു. ഹൻഷു അവന്റെ പ്രവൃത്തിയിൽ അരിശം മൂടി. അവള് പിറകെ ചെന്ന് അവനെ തടഞ്ഞു നിർത്തി. എന്താ നടക്കാത്തത്? ഇത്രയും നാളും ചോദിച്ച പോലെയല്ല ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഉള്ളത് പറയും. ദേവിന് എന്നെ ഇഷ്ടമല്ലേ? ഹൻഷു അവന്റെ കണ്ണിലേക്ക് നോക്കി. ഇന്ദറിന്റെ മുഖത്ത് ചിരി മാഞ്ഞു. അവൻ ദേഹത്തിരുന്ന് അവളെ കൈയെടുത്തു മാറ്റി. ഇഷ്ടമല്ല. അവൻ ഒറ്റ വാക്കില് അവന്റെ മറുപടി വ്യക്തമാക്കി. ഇഷ്ടമല്ലേ? അവൻ എടുത്തടിച്ച് അങ്ങനെ പറയുന്നു ഹൻഷു ഒട്ടും കരുതിയില്ല. അല്ല. ഇന്ദർ മുഖം അങ്ങ് തിരിച്ചു കളഞ്ഞു. അതിന്റെ കാരണം എന്താ ദേവ്? ഏട്ടൻ പറഞ്ഞിട്ടാ ഞാനിപ്പോ വന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് ചോദിക്കേ. പറയാൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതിന്റെ റീസൺ എന്നോട് പറയണം ദേവ്. ഹൻഷു അവനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഇന്ദറാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആലോചനയില്ല. എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഇത്രയും നാളും എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ
ഓരോ തവണ വരുമ്പോൾ മറുപടി തരാന്ന് പറഞ്ഞെന്തിനാ? എന്റെ സ്റ്റഡീസ് കഴിയട്ടെ എന്ന് പറഞ്ഞെന്തിനാ? എനിക്ക് പ്രതീക്ഷകൾ നൽകിയെന്തിനാ? ഞാൻ നിന്നെ ടച്ച് ചെയ്തു, കിസ് ചെയ്തപ്പോ ഒക്കെ നിന്ന് തന്ന എന്തിനാ? ഹൻഷു അവന്റെ ഇരു തോളിലും കൈവച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ കലങ്ങിയ കണ്ണിലേക്ക് നോക്കി. അവന്റെ മനസ്സും താളം തെറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നീ റീസൺ പറയണം. ഞാൻ യാഷിന്റെ അനിയത്തി ആയതുകൊണ്ടാണോ? അതോ നിനക്ക് വേറെ റിലേഷൻ ഉണ്ട്? അല്ലെങ്കിൽ ഇതെല്ലാം എന്റെ കുട്ടിക്കളിയായിട്ടാണോ കണ്ടിരിക്കുന്നത്? അവൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊരു റീസണും ഇല്ല ഹൻഷു. ഇന്ദർ തോളിലിരുന്ന് അവളുടെ കൈകൾ പിടിച്ചു മാറ്റി. അവൾക്ക് അതിശയം തോന്നി. ഒരു കാരണവുമില്ലാതെ പിന്നെ നീ എന്നെ റിജക്ട് ചെയ്യുന്ന എന്തിനാ? അവൾ വീണ്ടും ചോദിച്ചു. നീ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ശല്യപ്പെടുന്നത് എന്തിനാ? എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ? ഇന്ദർ പെട്ടെന്ന് അവളോട് ചോദിച്ചുകൊണ്ട് സംസാരിച്ചു. ഹൻഷു ഞെട്ടലോടെ അവനെ നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ പുറകെ നടക്കരുതെന്ന്, എന്നെ സ്നേഹിക്കരുതെന്ന്. എന്നിട്ട് വീണ്ടും എന്റെ പുറകെ ഇങ്ങനെ വരുന്ന എന്തിനാ ഹൻഷു? ദേവു അവളോട് പൊട്ടിത്തെറിച്ചു. ബിക്കോസ് ഐ ലവ് യു. ഹൻഷു അവന്റെ മുന്നിലേക്ക് വീണ്ടും കയറിയിരുന്നു. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഒരാളെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂ? ഇത് ശരിയല്ല ദേവ്. നീ ഈ ചെയ്യുന്നത് ശരിയല്ലാത്തത്. ഞാൻ ഒറ്റക്കുള്ള റൂമിൽ കയറുന്നതും പോരാ വലിയ ഡയലോഗ് അടിക്കുന്നു. വേഗം ഇവിടുന്ന് പോവാൻ നോക്ക. ഇന്ദർ അവളുടെ കൈമുട്ടി പിടിച്ചു. ഇല്ല, പോകുന്നില്ല. ഹൻഷു അവനിൽ നിന്ന് മാറി കൈകൾ പിണച്ച് അവിടെ തന്നെ നിന്നു. ശരി, എന്നാൽ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി തരാം. അവളെ നോക്കി കൈ കൂപ്പിക്കൊണ്ട് മൊബൈൽ എടുത്ത് ഇന്ദർ പോകാൻ ഇറങ്ങി. പൊയ്ക്കോ, എങ്ങോട്ടുണ്ടെങ്കിലും പൊക്കോ. എങ്ങോട്ട് പോയാലും എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ നീ വിചാരിക്കണ്ട. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് വിടാനും ഉദ്ദേശമില്ല. ഞാൻ കുറച്ച് സെൽഫിഷ് ആണെന്ന് വിചാരിച്ചാലും പ്രശ്നമില്ല. ഹൻഷു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇന്ദർ തിരിഞ്ഞു വന്ന് അവളെ ഭിത്തിയിലേക്ക് അമർത്തി പിടിച്ചു. ഡു യുവർ വിഷ്, ഐ ഡോണ്ട് കെയർ. ഇന്ദർ അവളെ കനപ്പിച്ചു നോക്കി. അവന്റെ പിടിയിൽ നിന്നും കൈ ഊരിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനെ ദേഷ്യത്തിൽ നോക്കി. ഇന്ദർ അവളെ വിട്ടുകൊണ്ട് റൂം തുറന്ന് പുറത്തേക്ക് പോയി. ഹൻഷുവിന്റെ കവളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. അവളത് വാശിയോട് തുറച്ചു നീക്കിക്കൊണ്ട് പിന്നാലെ ഇറങ്ങി. തുടരും. മുകളിലേക്ക് പോയ ഹൻഷു സമയം ഏറെ കഴിഞ്ഞിട്ട് കാണാതായപ്പോൾ താഴെ നിന്ന് യാഷിന് സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങി. അവളൊരു വാപ്പോയ കോടാലിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാ വിളിച്ചു പറയാന്ന് പറയാനും പറ്റില്ല. പൊതുവെ ഒരു വാശിക്കാരിയാണ്. ഇന്ദറിന്റെ കരുത്തിൽ അങ്ങനെ തന്നെ. അവനെ 16 വയസ്സുള്ളപ്പോ കാണുന്നത് അവള്. അന്നു മുതൽ ഹൻഷുവിന് ഇന്ദറിനോട് ഒരു ചെറിയ അടുപ്പം ഉണ്ടായിരുന്നു. വളർന്നു വരുന്തോറും ആ അടുപ്പം പ്രേമത്തിലേക്ക് വഴിമാറി. ഇന്നോളം തമാശക്ക് പോലും മറ്റൊരാളിന്റെ പേരോട് അവളുടെ സ്വന്തം പേര് ചേർത്തിട്ട് പോലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ മുകളിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് അറിയാനും പറ്റില്ല. ഇന്ദർ പൊതുവെ ഒരു ശാന്തനാണ്. എന്നാ അവന് ദേഷ്യം വന്നു. പിടിച്ചു നിർത്താൻ മറ്റൊരാളുടെ സഹായം വേണ്ടില്ല. ഈ സമയത്ത് രണ്ടുകൂടി തർക്കിച്ചു നിൽക്കുന്നുണ്ടായിരിക്കോ? ഹൻഷു അപ്പുറത്ത് നിൽക്കുന്നത് ക്ഷമ നശിച്ച അവൻ എന്ത് വേണേലും ചെയ്യും. അവനെ തോപ്പിക്കാൻ ചിലപ്പോൾ കേറി ഉമ്മോക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അയ്യോ, ആ ഓർമ്മയില് യാഷ് മുന്നിട്ടേക്കൊന്ന് ആഞ്ഞുപോയി. അവന്റെ ശബ്ദം കേട്ടിട്ട് എല്ലാവരും അവനെ ഒന്നിടക്ക് നോക്കി. എന്തുപറ്റി? അടുത്തിരുന്ന മൈ അവന്റെ കൈയിൽ പിടിച്ച് തന്റെ ശബ്ദം വല്ലാതെ കൂടിപ്പോയ കാര്യം അവൻ അപ്പോഴും അറിഞ്ഞത്. അവൻ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. നത്തിങ്, ഞാനൊന്ന് വാഷ്റൂം യൂസ് ചെയ്തിട്ട് മയ്യോട് പറഞ്ഞുകൊണ്ട് അവളെ കൈ പിടിപ്പിച്ച് അവൻ സ്റ്റെയറിനടുത്തേക്ക് പോയി. അന്നേരം തന്നെയാ അവൻ എത്തിരി മുകളിൽ നിന്ന് ഹൻഷു ഇറങ്ങി വരുന്നത്. അവളെ കണ്ട സമാധാനത്തിൽ യാഷ് പെട്ടെന്ന് അവളെ അടുത്തേക്ക് എന്നു. എത്ര നേരമായി ഹൻഷു? യാഷ് അടക്കി പിടിച്ച സ്വരത്തിൽ ചോദിച്ചു. ഹൻഷുവിന്റെ മൂക്കിൻ തുണി കബളുകളും അപ്പോഴും വറക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടോ? അവൻ ആകാംക്ഷയോട് ചോദിച്ചു. അവള് മിണ്ടിയില്ല. സംസാരിച്ചോ? അവളൊന്നും മറുപടി പറയാത്തതുകൊണ്ട് അവൻ ദേഷ്യം വന്നു തുടങ്ങി. നീ എന്താ നിന്റെ നാക്ക് അവന് കൊടുത്തിട്ടാണ് വന്നത്? ഏട്ടന്റെ കൂട്ടുകാരനുണ്ടല്ലോ, ആ മാങ്ങാണ്ട് മോറെ ദേവേന്ദ്ര ചക്സേന. എന്തുണ്ടെങ്കിലും അവരോട് പോയി ചോദിക്കേ. ഒരേട്ടൻ വന്നിരിക്കുന്നു. നീ വിചാരിച്ച് നടക്കാവുന്നേ ഉള്ളൂ ഇതല്ല. എന്നിട്ട് അത് ചെയ്യുന്നില്ല. എന്നോട് ഒരു ഇച്ചിരിയെങ്കിലും സിമ്പതി തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ ചെപ്പക്കട്ട് നോക്കി ഒന്ന് കൊടുത്തിട്ടാണെങ്കിലും അയാളുടെ മനസ്സിലുള്ളതൊന്നും കണ്ടുപിടിച്ചതാണ്. ഹൻഷു വേലുകൾ കൊണ്ട് കൊഞ്ചി പറഞ്ഞു. യാഷ് അവൾ അന്തം വിട്ടു നോക്കി. അതുവരെ ഞാനായിട്ട് ദേവിന്റെ പുറകിൽ പോവില്ല, ഒരിക്കലും പോവില്ല. മടുത്ത് ഹൻഷു അവനെ മറികടന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി. യാഷ് നീട്ടിയൊന്ന് ശ്വാസം വലിച്ചു വിട്ട് ഇന്ദറിനെ അന്വേഷിച്ച് മുകളിലേക്ക് പോയി. റൂമിലെത്തി നോക്കിയപ്പോൾ അവൻ അവിടെ ഇല്ല. റൂം ബാൽക്കണിയിൽ കാണാതെ വന്നു. യാഷ് മെയിൻ ബാൽക്കണിയിലേക്ക് വന്നു നോക്കി. അവിടെ ഊഹിച്ചതുപോലെ റെയിലിംഗിൽ കൈവച്ച് എവിടേക്കോ നോട്ടം വായിച്ച് നിൽക്കുക ഇന്ദ്രൻ. തുടരും.